തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലൂടെ ഏതു നിമിഷവും ഓടയിലേക്ക് പതിക്കാമെന്ന് പ്രതീക്ഷിച്ചു വേണം കൊച്ചിയിലെ നടപ്പാതകളിലൂടെ യാത്ര ചെയ്യാൻ. നടപ്പാതകൾ റോഡായും പാർക്കിംഗ് സ്ഥലമായി മാറ്റുന്ന വാഹന ഉടമകളും ഏറെ. പാതനിരത്ത് ചുമതല പൂർത്തിയാകുന്ന അധികൃതർക്കാവട്ടെ ഇതിനെക്കുറിച്ച് ആശങ്ക ഏതുമില്ല. ഈ വരവ് രാത്രിയിലാണെങ്കിലോ ചുരുങ്ങിയത് കയ്യോ കാലോ എങ്കിലും ഒടിഞ്ഞു കിട്ടും. ഷൺമുഖം റോഡ്, ബാനർജി റോഡ്, സൗത്ത് റെയിൽവേ മേൽപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ നടപ്പാതകളിലൂടെ നടക്കുമ്പോൾ കണ്ണും കാതും തുറന്നു വയ്ക്കുക. പുതുതായി നടപ്പാത നിർമ്മിച്ച എസ് എ റോഡിലൊഴികെ മിക്കയിടങ്ങളിലും നടപ്പാതകൾ അപകടക്കണികൾ തന്നെ. കലൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നടപ്പാതകളിലെല്ലാം യാതൊരു ഔചിത്യവുമില്ലാതെ നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്ലാബുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രായം ചെന്ന ആളുകൾ, അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ചു പോയെങ്കിൽ മാത്രമേ ഇവിടെ, അല്ലെങ്കിൽ ജീവൻ പോലും പണയം വെച്ചിട്ട് വേണം നമുക്ക് വഴി നടാൻ. സൗത്ത് മേൽപ്പാലത്തിൽ പൊട്ടിയ സ്ലാബുകൾക്ക് മുകളിലൂടെ തലയുയർത്തി നിൽക്കുന്നത് തുരുമ്പിച്ച കമ്പികളാണ്. ഗതാഗത കുരുക്കാണെങ്കിൽ ഇരുചക്ര വാഹന യാത്രക്കാർ നടപ്പാത റോഡാക്കുമെന്ന് ഉറപ്പ്. മഴക്കാലം എത്തും മുൻപേ എല്ലാം ശരിയാക്കുമെന്നാണ് നഗരസഭയുടെ ഉറപ്പ്. കാൽനടക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ വിധത്തിലുള്ള ബസ് ബേ, അതുപോലെ ബസ് സ്റ്റോപ്പുകൾ, പിന്നെ ഏതെങ്കിലും റോഡുകളിൽ അവശേഷിക്കുന്ന പ്രധാന റോഡുകളിൽ, ഇപ്പോൾ എല്ലാ റോഡിലുമായി എന്നല്ല, പക്ഷെ പ്രധാന റോഡുകളിലെങ്കിലും ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ബസ് റൂട്ടുകളിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യോജിച്ച ശ്രമം ഞങ്ങളുടെ എല്ലാവരുടെയും 3 ഏജൻസികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ്റെ അഭിപ്രായം. ഉപയോഗശൂന്യമായ നടപ്പാതകൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ മുൻവർഷങ്ങളിലെ മഴക്കാല അപകടക്കഥകൾ ഇത്തവണയും ആവർത്തിക്കുമെന്ന് ഉറപ്പ്. മനോരമ ന്യൂസ്.